ആശാനെക്കുറിച്ചുള്ള പല പഠനങ്ങൾ ചെറുതായിട്ടൊക്കെ അതിനു മുമ്പ് വായിച്ചിരുന്നെങ്കിലും ഒരു പുസ്തക രൂപത്തിൽ ആശാനെക്കുറിച്ചുള്ള ആശാൻ്റെ ഒരു കവിതയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ പഠനം ആദ്യമായിട്ട് വായിക്കുന്നത് സീതയും നിരൂപകന്മാരും എന്ന പേരിൽ തായാട്ട് മാഷ് എഴുതിയ ഗ്രന്ഥമാണ്. അതിലെ ആശയങ്ങൾ മറ്റ് പേരുകളിൽ ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്ന കൃതിയിലും കാണാം. തായാട്ടിൻ്റെ അക്കാഡമി പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങളിലും ആശാൻ്റെ സീത എന്ന പേരിലുള്ള ലേഖനത്തിൽ അതേ ആശയങ്ങൾ വരുന്നുണ്ട്. എങ്കിലും പുസ്തക രൂപത്തിൽ തായാട്ട് മാഷ് അത് വളരെ വിപുലമായി ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമല്ല, സീതാകാവ്യത്തെക്കുറിച്ച് മലയാളത്തിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ആലോചനകളെ ഓരോന്നായിട്ടെടുത്ത് അതിനോട് തനിക്കുള്ള യോജിപ്പും അതിനോടുള്ള വിയോജിപ്പുമൊക്കെ വിശദമാക്കിക്കൊണ്ട് വാസ്തവത്തിൽ ആ കാവ്യതയെ മുൻനിർത്തി ഒരു വലിയ സംവാദാന്തരീക്ഷത്തെ രൂപപ്പെടുത്തുന്ന ഒരു കൃതിയാണ് സീതയും നിരൂപകന്മാരും. ആറ്റൂർ കൃഷ്ണപിഷാരടി, അല്ലെങ്കിൽ കുട്ടിക്കൃഷ്ണമാരാർ, മുണ്ടശ്ശേരി എന്നിങ്ങനെ ആശാൻ കവിതയെക്കുറിച്ച് നിരൂപണത്തിലേർപ്പെട്ട പ്രഖ്യാതരായ നിരൂപകരെ മാത്രമല്ല, കുന്നത്ത് ജനാർദ്ദന മേനോനെ പോലെ ആശാൻ പഠനത്തിലെന്നല്ല പിൽക്കാലത്ത് മലയാള കാവ്യ വിമർശന ചരിത്രത്തിൽ കാര്യമായൊന്നും ആരും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കുന്നത്ത് ജനാർദ്ദന മേനോൻ സീതാകാവ്യത്തെക്കുറിച്ച് എഴുതിയ നിഗമനങ്ങളടക്കം പരിശോധിച്ചിട്ടാണ് തൻ്റെ ഒരു വാദത്തിലേക്ക് തായാട്ട് മാഷ് ആ കൃതിയെ കൊണ്ടുചെന്ന് നിർത്തുന്നത്. അത് ആ കൃതിയുടെ മാത്രം ഒരു വിശദീകരണമായിട്ടല്ല, മറിച്ച് പൊതുവിൽ ആശാൻ കവിതയെക്കുറിച്ചുള്ള തൻ്റെ വീക്ഷണങ്ങളുടെ ഒരു തുടർച്ച, ഒരു എക്സ്റ്റൻഷൻ സീതാകാവ്യത്തിലേക്കും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. സീതാകാവ്യത്തെ സംബന്ധിച്ച് ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന് അന്നും ഇന്നും ആശാൻ്റെ സീതയും വാൽമീകിയുടെ സീതയും തമ്മിലുള്ള ബന്ധവും അകലവുമാണ്. പൊതുവേ യാഥാസ്ഥിതിക ബോധമെന്നോ അല്ലെങ്കിൽ പാരമ്പര്യബോധമുള്ളവരായ നിരൂപകരൊക്കെ ആശാൻ്റെ സീതയെ വാൽമീകിയുടെ സീതയോട് ചേർത്ത് നിർത്താൻ ഏതെങ്കിലുമൊക്കെ നിലയിൽ പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അഴീക്കോട് മാഷാണെങ്കിൽ മനഃശാസ്ത്രത്തിൻ്റെ തത്വങ്ങളെയൊക്കെ വളരെ വ്യത്യസ്തമായ നിലയിൽ നിന്നും വേണമെങ്കിൽ പറയാം ഉപയോഗപ്പെടുത്തിയിട്ട് സീതയെ രക്ഷിച്ചെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങളുമൊക്കെ ആശാൻ്റെ സീതാകാവ്യം എന്ന അഴീക്കോട് മാഷ പുസ്തകത്തിൽ നമുക്ക് കാണാം. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആശാൻ്റെ സീത രാമായണത്തിലെ ഒരു കഥാപാത്രമാണെങ്കിലും ആ കഥാപാത്രത്തിൻ്റെതായി പുറത്തു വരുന്ന ആശയങ്ങൾ നിശ്ചയമായും ആധുനികമായ മൂല്യബോധത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് എന്ന് അതിസമർത്ഥമായി വാദിച്ചുറപ്പിക്കുന്ന ഒരു കൃതിയാണ് സീതയും നിരൂപകന്മാരും. NV തായാട്ടിൻ്റെ ഒരു കൃതിക്കെഴുതിയ ആമുഖത്തിൽ എതിർവാദങ്ങളെ ഖണ്ഡിച്ച് മുന്നേറുന്ന തായാട്ടിൻ്റെ അവതരണ രീതിയെ ഒരു പുഴയുടെ വലിയ പ്രവാഹത്തോട് ചേർത്ത് വച്ചിട്ട് വക്കിടിച്ചും നടുക്കുള്ള തടസ്സങ്ങളൊക്കെ തട്ടി നീക്കിയും കുതിച്ചു വായുന്ന നദി പോലെ എതിർവാദങ്ങളെ ഇങ്ങനെ ഒന്നൊന്നായി ഖണ്ഡിച്ച് മുന്നേറുന്ന തായാട്ടിൻ്റെ വിചാര രീതിയെക്കുറിച്ച് NV കൃഷ്ണമാര്യർ ഒരു ലേഖനത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പഠനത്തിൻ്റെ ആമുഖത്തിൽ എഴുതുന്നുണ്ട്. അത് ഏറ്റവും സമൃദ്ധമായി ആവിഷ്കരിക്കപ്പെട്ട ഒരു കൃതിയാണ് ഈ സീതയും നിരൂപകന്മാരും. ഒരുപക്ഷെ സീതയെക്കുറിച്ച് മലയാള കവിതാ ചരിത്രത്തിലുണ്ടായ ഒരു അടിസ്ഥാനപരമായ വഴിത്തിരിവ് തായാട്ട് മാഷ് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ബാക്കി മുഴുവൻ ആലോചനകളും ഏറെക്കുറെ വാൽമീകിയുടെ സീത ആശാൻ്റെ സീത എന്ന താരതമ്യത്തിലും അതിനുള്ള ബന്ധമകലം എന്ന ഒരു പരിശോധനയിലും കെട്ടിത്തളഞ്ഞ് കിടന്നപ്പോൾ ഇതിന് പുറത്ത് സീത എന്ന് പറയുന്നത് പൗരാണികമായ ഒരു കഥാപാത്രമാണെങ്കിലും അതിൻ്റെ മൂല്യമണ്ഡലം പൗരാണികമല്ല എന്ന് സംശയമില്ലാതെ പറഞ്ഞ ഒരാളാണ് തായാട്ട് മാഷ്. ഒരു നിലയ്ക്ക് ഈ കാര്യം മുമ്പ് കേസരി പറയുന്നുണ്ട്. അത് ഈ പള്ളത്ത് രാമൻ
രാമായണത്തിന് ബദലായിട്ട് രാവണായനം എഴുതാൻ തുനിഞ്ഞ സമയത്ത് കേസരി ഒരിക്കൽ മുഖപ്രസംഗത്തിൽ പറഞ്ഞു, അതിനെ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് ചെയ്തത്. രാവണായനം എന്നത് പ്രധാനപ്പെട്ട ഒരാശയമായിരിക്കും. അതിൽ സ്വീകരിക്കേണ്ട ജൈനമതത്തിലെയും മറ്റും ഈ രാവണ സങ്കല്പത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, അതിൽ നിന്ന് എന്തൊക്കെ എടുക്കണം തുടങ്ങിയ വിശദമായ ചില സൂചനകളൊക്കെ നൽകിയതിന് ശേഷം കേസരി പറഞ്ഞൊരു കാര്യം, പക്ഷേ രാവണായനം എഴുതിക്കൊണ്ട് മിസ്റ്റർ പള്ളത്തിരാമൻ സാധിക്കാനിരിക്കുന്ന വിപ്ലവത്തിൻ്റെ പല മടങ്ങ് വിപ്ലവം രാമായണം വീണ്ടും എഴുതിക്കൊണ്ട് മിസ്റ്റർ കുമാരനാശാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കവികൾ മിസ്റ്റർ കുമാരനാശാൻ്റെ വഴി പിന്തുടരുന്നതായിരിക്കും നല്ലത് എന്നൊരു ഒബ്സർവേഷൻ കേസരി നടത്തുന്നുണ്ട്. ഒരു കൃതിക്കുള്ളിൽ തന്നെ അതിൻ്റെ ഒരു യുദ്ധമുഖം തുറക്കുക എന്നത് കേസരി ആശാൻ ചെയ്ത ഒരു പ്രധാന കാര്യമായിട്ട് കാണുന്നു അവിടെ. ഇത് തായാട്ട് കണ്ടെടുക്കുന്നുണ്ട്. ആശാൻ സീതയെക്കുറിച്ചാണ് പറയുന്നത്, രാമനെക്കുറിച്ചാണ് പറയുന്നത്, രാമായണത്തിലെ കഥാസന്ദർഭങ്ങൾ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിൽ ആശാൻ പ്രക്ഷേപിക്കുന്ന മൂല്യപരിസരം അതൊട്ടും പൗരാണികമല്ല. ഒരു ശ്ലോകം അന്ന് തന്നെ തായാട്ട് വിശദീകരിച്ചത് എൻ്റെ ഓർമ്മയിൽ അന്നേ പതിഞ്ഞതാണ്. അത് രാമനോട് സീത ചോദിക്കുന്ന ചോദ്യങ്ങളിലൊരിടത്ത്, എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞത് നീ പരിഗണിച്ചു, എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞവരും ഉണ്ടായിരുന്നില്ലേ, അത് പരിഗണിച്ചോ? ശരി, ഭൂപതി സമ്മതിക്കണം ചരിതവ്യത്തിൽ നിജപ്രജാമതം. പ്രജകളുടെ അഭിപ്രായം രാജാവ് കേൾക്കണം, അത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ സീത ചോദിക്കുന്നത്, പിരിയാം പല കക്ഷിയായി ജനം പരിശോധിച്ചറിയേണ്ടയോ നൃപൻ. ജനങ്ങൾ പല കക്ഷിയായി തിരിയും, അതിലേത് ശരിയെന്ന് രാജാവ് ആലോചിച്ച് തീരുമാനിക്കണ്ടേ. തായാട്ട് പറയുന്നത് ജനാധിപത്യപരമായി പ്രവർത്തിക്കണ്ടേ എന്നാണ് ഇതിൻ്റെ അർത്ഥം. കാരണം രാജാധികാരത്തിൽ രാജാവിന് തോന്നിയതാണല്ലോ ശരി. രാജാപ്രത്യക്ഷത ദൈവം എന്നാണല്ലോ. പരിശോധിച്ചറിയേണ്ടയോ നൃപൻ എന്ന് രാജാവിനോട് ചോദിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ മൂല്യവ്യവസ്ഥയിൽ നിന്ന് രാജാവ് പ്രവർത്തിക്കണം, ഭരണാധികാരി പ്രവർത്തിക്കണം എന്ന ആശയത്തെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് തായാട്ട് ആ ലേഖനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പൗരാണിക പരിവേഷമുള്ളൊരു കൃതിക്ക് ഉള്ളിൽ കടന്ന് അതെങ്ങനെയാണ് ഒരു ആധുനികമായ രചനയായി തീരുന്നത് എന്ന് മലയാള വിമർശനത്തിനകത്ത് വളരെ ശക്തമായി സ്ഥാപിച്ചെടുത്ത ഒരു ഇടപെടലായിരുന്നു സീതയും നിരൂപകന്മാരും. ഞാൻ കരുതുന്നത് മലയാളത്തിൽ സീതാകാവ്യത്തെ മുൻനിർത്തിയുണ്ടായ എല്ലാ ആലോചനകളിൽ നിന്നും വഴിമാറി പുതിയൊരു വിചാരക്രമം ആ കൃതിയെക്കുറിച്ച് രൂപപ്പെടുത്തിയ ഒരു ടെക്സ്റ്റാണ് സീതയും നിരൂപകന്മാരും എന്നതാണ്. ഇത് തായാട്ടിൻ്റെ വിചാര രീതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമീപനമാണ് എന്ന് പറയാം. ഞാനിത് ഓർക്കാൻ കാരണം, ഇങ്ങനെ ഒരു ടെക്സ്റ്റിൻ്റെ വായനയിലൂടെയാണ് തായാട്ടിലേക്കുള്ള ഞങ്ങളുടെ തലമുറയുടെയൊക്കെ ഒരു പ്രവേശനം എന്ന് പറയാൻ കൂടി വേണ്ടിയിട്ടാണ്. തായാട്ട് പല തലങ്ങളിൽ ജീവിച്ച ഒരാളായിരുന്നു എന്ന് നമുക്കറിയാം. ആ നിലയിൽ അദ്ദേഹത്തിൽ ഒരു നവോത്ഥാന പാരമ്പര്യമുണ്ട് എന്നും പറയാം. ഇപ്പം നവോത്ഥാന നായകരെക്കുറിച്ച് പറയുമ്പോൾ എംഗൽസ് പറയുന്നൊരു കാര്യമുണ്ട്. മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി മേഖലകളിൽ ഒരേ സമയം കടന്നു കയറി പ്രവർത്തിക്കാത്തവരായിട്ട് അവരിൽ ഏറെപ്പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു നവോത്ഥാന രീതിയാണ്. ഏതെങ്കിലും ഒരു വിശേഷ മേഖല മാത്രം തിരഞ്ഞെടുക്കുക, അവിടെ ഇങ്ങനെ ആണ്ടാണ്ട് മുഴുകി പ്രവർത്തിക്കുക, അപ്പുറം ഇപ്പുറമുള്ള ഒന്നിനെക്കുറിച്ച് അറിയാതിരിക്കുക എന്ന മട്ടിലുള്ള, ഇപ്പോൾ നമ്മൾ വളരെ ആദർശവൽക്കരിക്കുന്ന ഈ വിശേഷജ്ഞാന മേഖല എന്നത് നവോത്ഥാന വൈജ്ഞാനികതയുടെ സ്വഭാവമേ അല്ല. അവർ പല പണികൾ ഒരുമിച്ച് ചെയ്യും. കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു എൻ വി കൃഷ്ണവാര്യർ. ബോംബ് കേസിൽ പ്രതിയാണ്. കീഴരിയൂർ ബോംബ് കേസിൽ പ്രതിയാണ്. സ്വതന്ത്ര ഭാരതം പത്രം കല്ലച്ചിൽ കൊണ്ടു നടന്ന് ഒളിത്താവളങ്ങളിലിരുന്ന് പ്രസിദ്ധീകരിച്ച ഒരാളാണ് എൻ വി കൃഷ്ണവാര്യർ. 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ അദ്ദേഹത്തോളം വൈജ്ഞാനിക ശേഷിയുള്ള ആളുകൾ കുറവായിരുന്നു. പക്ഷേ ഇത് തൻ്റെ ഈ ബോംബ് കേസിലെ പ്രതിയാകുന്നതിനോ ഒളിവ് ജീവിതത്തിനോ
എന്തെങ്കിലും ഒരു എതിരായൊരു കാര്യമാണെന്ന് NB ഒരിക്കലും കരുതിയിരുന്നില്ല. ഇത് നവോത്ഥാന കാലത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ആകാവുന്നത്ര മേഖലകളിൽ ഒരേ സമയം ഇടപെടുക, എല്ലാറ്റിനെയും രൂപാന്തരപ്പെടുത്താൻ ശ്രമിക്കുക, ജയിക്കുകയോ പരാജയപ്പെടുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ബഹുശാഖിയായി ജീവിക്കുക എന്നത് തായാട്ടിലും ആ ഒരു അംശം നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ആ തലമുറയോടെ അവസാനിക്കുന്ന ഒരു പാരമ്പര്യമാണ്. പിന്നെ പിന്നെ വിശേഷജ്ഞാനത്തിൻ്റെ മേഖലകൾ എന്ന സങ്കല്പം ശക്തിപ്പെട്ടു വരികയും ഒരാൾ ഒരു മേഖലയിൽ മാത്രം പ്രവർത്തിക്കുക, മറ്റെല്ലാം അയാൾ പതിയെ പതിയെ ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നൊരു രീതിക്ക് ഒരു വലിയ ഒരു ആദർശ പരിവേഷം കിട്ടുകയും ചെയ്തു. തയ്യാട്ട് അങ്ങനെ ഒരാളായിരുന്നില്ല എന്ന് പറയാം. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനായിട്ടാണ് തുടങ്ങിയത്. അദ്ദേഹം ആദ്യം കോൺഗ്രസ്സിലുണ്ടായിരുന്നു, പിന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അങ്ങനെ മാറി വന്നൊരു രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അധ്യാപകനായിട്ട് കോളേജിലെയും തവനൂരായ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും അധ്യാപകനായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അദ്ദേഹം ഗ്രന്ഥകാരനായിരുന്നു, സാഹിത്യ വിമർശകൻ, വിദ്യാഭ്യാസ ചിന്തകൻ എന്നിങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിച്ച ആളാണ്. പത്രാധിപരായിരുന്നു. വിപ്ലവം എന്ന പേരിലെ ആദ്യകാല പത്രങ്ങളിലൊന്നിൻ്റെ പത്രാധിപരാണ് തായാട്ട്. പിന്നീട് അദ്ദേഹം ദേശാഭിമാനി വാരികയുടെ പത്രാധിപരായി പ്രവർത്തിക്കുകയും ദേശാഭിമാനി വാരികയിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനം കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോളുകളൊക്കെ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കറിയാം. ഭരണത്തിൻ്റെ ശീതളഛായയെക്കുറിച്ച് ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് തായാട്ട് എഴുതിയ ആ ലേഖനമാണ് ഒരു അടിയന്തര പ്രകോപനായിട്ട് മാറിയത്. ആ ഭരണം തന്നെ താഴെ പോകുന്നതിന് ഒരു അടിയന്തര പ്രകോപനായിട്ട് അന്ന് തായാട്ട് നടത്തിയ വിമർശനം കാരണമായി തീർന്നത് നമുക്കറിയാം. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു, പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു, അതിൻ്റെ നയരൂപീകരണത്തിൽ ഇടപെട്ട ആളാണ്. ഇങ്ങനെ പല തലങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരു ജീവിതം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതേ വൈവിധ്യം അദ്ദേഹത്തിൻ്റെ രചനാ ജീവിതത്തിലുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തിലേക്ക് നോക്കിയാൽ 8-10 മേഖലകളിലെങ്കിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാഹിത്യ വിമർശകൻ എന്ന നിലയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഓർക്കുന്നത്. അത് ശരിയുമാണ്. അദ്ദേഹത്തിൻ്റെ ആശാൻ നവോത്ഥാനത്തിൻ്റെ കവിയോ വള്ളത്തോളും നവയുഗവും എന്ന പഠനമോ അല്ലെങ്കിൽ അദ്ദേഹം ദുരവസ്ഥയെക്കുറിച്ചും ചിന്താവിഷ്ടയായ സീതയെക്കുറിച്ചും ഒക്കെ നടത്തിയ പഠനങ്ങളോ ആ മേഖലയിൽ മലയാളത്തിലുണ്ടായ ഏറ്റവും മികച്ച ആലോചനകളാണ്. അതുപോലെ തായാട്ടിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മറ്റൊരു സാഹിത്യ പാരമ്പര്യം ടാഗോറിൻ്റേതാണ്. ടാഗോറിനെ കുറിച്ച് അദ്ദേഹം 2 പുസ്തകങ്ങൾ തന്നെ എഴുതുകയുണ്ടായി. കവിയും മനുഷ്യനും എന്ന പേരിലും ടാഗോറിൻ്റെ കാവ്യ പാരമ്പര്യത്തെക്കുറിച്ചും പ്രത്യേകം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതുകയുണ്ടായി. അങ്ങനെ ഒരു സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ രചനാജീവിതം പ്രധാനമാണ്. അതുപോലെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം, ഇന്ത്യനിലെ വിദ്യാഭ്യാസ നൂറ്റാണ്ടുകളിലൂടെ എന്ന ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രം എഴുതിയ ആ ഗ്രന്ഥം മലയാളത്തിൽ അന്നും ഇന്നും മറ്റൊരു മാതൃക ചൂണ്ടിക്കാണിക്കാനില്ലാത്ത മട്ടിൽ പ്രധാനമാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമുക്ക് ധാരാളം പുസ്തകങ്ങളുണ്ട്. പക്ഷേ അവയൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ഏതെങ്കിലും ചില ആസ്പെക്റ്റുകളെ കുറിച്ചാണെങ്കിൽ തായാട്ട് പ്രാചീന ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രയോഗങ്ങൾ മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള അതിൻ്റെ ചരിത്രത്തെ ആകമാനം ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്ന ഒരു സമഗ്ര ചരിത്ര ആണ് എഴുതിയിട്ടുള്ളത്. അത് പിന്നീട് KST വീണ്ടും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അടുത്ത കാലത്ത് അത് വീണ്ടും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതുപോലെ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ഭാരതീയ നവോത്ഥാനത്തിൻ്റെ രൂപരേഖ എന്ന പേരിൽ ഒരു പക്ഷേ PGയുടെ 4 വോള്യങ്ങളുള്ള കേരള നവോത്ഥാന പഠനങ്ങൾ മാറ്റിവെച്ചാൽ നവോത്ഥാനത്തെ സമഗ്രമായി നോക്കാൻ ശ്രമിക്കുന്ന മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഭാരതീയ നവോത്ഥാനത്തിൻ്റെ രൂപരേഖ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ച്, പ്രത്യേകിച്ചും വിവേകാനന്ദ ദർശനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ 4മതൊരു ശാഖയാണ്. പിന്നെ ആദ്യകാലത്ത് ഒരു രചനാ വഴിയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ, അതൊന്നും അദ്ദേഹവും അത്ര വലിപ്പത്തിൽ കണ്ടിട്ടില്ല, പിൽക്കാല സാഹിത്യ ചരിത്രത്തിലും അത്ര വലിപ്പമൊന്നും കിട്ടിയില്ല. അദ്ദേഹം നാടകങ്ങൾ എഴുതുന്നുണ്ട്, കഥയും നോവൽ എഴുതുന്നുണ്ട്, ബാലസാഹിത്യം എഴുതുന്നുണ്ട്, വിവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, രാഷ്ട്രമീമാംസാ ഗ്രന്ഥങ്ങളും അദ്ദേഹം എഴുതുന്നുണ്ട്. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഉത്ഭവവും വളർച്ചയും പരിണാമത്തെയും കുറിച്ച് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ 8-10 മേഖലകളിൽ ആണ്ട് മുഴുകി
പ്രവർത്തിച്ച ഒരു രചനാ ജീവിതം അദ്ദേഹത്തിനുണ്ട്. ഇവയിലൊക്കെ ഏറിയും കുറഞ്ഞും അദ്ദേഹം ഒരു പൊതുവീക്ഷണത്തെ രൂപപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. തയ്യാട്ടിനെ കുറിച്ച് തയ്യാട്ടിൻ്റെ തിരഞ്ഞെടുത്ത കൃതികളുടെ ആമുഖത്തിൽ പി ഗോവിന്ദപിള്ള പറയുന്നൊരു കാര്യമുണ്ട്. തയ്യാട്ടിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടായി എന്നുള്ളത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ഷണഗതികളിലും പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീക്ഷണഗതികളിൽ പരിവർത്തനം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല. വാസ്തവത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യയിലെ വലിയ ചിന്തകന്മാരെ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് ഏറ്റവും കൂടുതൽ തുറന്നു പറഞ്ഞ ഒരാൾ ഗാന്ധിയാണ്. ഗാന്ധി ഒരിക്കൽ പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ നിശിതമായൊരു വാക്യമാണ്, അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ കൊണ്ട് നടക്കുന്നില്ല എന്നാണ്. ഐ മേക്ക് നോ ഹോബ്ഗോബ്ലിൻ ഓഫ് കൺസിസ്റ്റൻസി. അഭിപ്രായ സ്ഥിരതയുടെ ദുർഭൂതത്തെ ഞാൻ കൊണ്ട് നടക്കുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇഫ് ഐ ആം ട്രൂ ടു മൈസെൽഫ് ഫ്രം മൊമെൻറ്റ് ടു മൊമെൻറ്റ് ഐ ഡു നോട്ട് മൈൻഡ് ദ ഇൻകൺസിസ്റ്റൻസീസ് ദാറ്റ് ഫോൾ അപ്പോൺ മീ. ഓരോ നിമിഷവും എന്നോട് സത്യസന്ധനാണെങ്കിൽ എൻ്റെ മുകളിൽ വന്നു വീഴുന്ന സ്ഥിരതയില്ലായ്മയെക്കുറിച്ച് ഞാൻ വ്യാകുലപ്പെടുന്നൊന്നുമില്ല എന്ന് ഗാന്ധി പറയുന്നുണ്ട്. ഏതാണ്ട് ഇതേ ആശയം അംബേദ്കർ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. എനിക്ക് കൗതുകം തോന്നിയൊരു കാര്യമാണ്. അംബേദ്കർ പറയുന്നുണ്ട്, എമേഴ്സൺ സെയ്സ് ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് ദ വെർച്യൂ ഓഫ് എ ഡോങ്കി. ഒരു കഴുതയുടെ ഗുണമാണ് ഈ സ്ഥിരത എന്ന് എമേഴ്സൺ പറയുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് മൈസെൽഫ് എ ഡോങ്കി എന്ന്. അതുകൊണ്ട് ഞാൻ മാറുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, വിജയമാഷ് പിന്നീട് പറഞ്ഞു, ജീവിതത്തിൻ്റെ മുഖത്ത് നോക്കി കാണുന്ന സത്യങ്ങൾ വിളിച്ചു പറയാൻ തീരുമാനിച്ച ഒരാൾക്ക് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് മാഷ് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഇത് എല്ലാ ചിന്താശീലമുള്ള, ഇപ്പം മാർക്സ് അദ്ദേഹത്തിൻ്റെ ചിന്താജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തത്വശാസ്ത്രപരമായ ഊന്നലുകളാണ്. പിന്നീട് അദ്ദേഹം പൊളിറ്റിക്കൽ എക്കോണമിയിലേക്ക് വരുന്നുണ്ട്. അടുത്തൊരു ഘട്ടത്തിൽ അദ്ദേഹം എന്താ പറയുക, എത്തനോഗ്രഫിക്കൽ എന്ന് പറയാവുന്ന പഠനങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ജീവിതത്തെ സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആളുകൾക്ക് തങ്ങളെ തന്നെ നവീകരിക്കേണ്ടതായിട്ട് വരും. ഈ നവീകരണം ചിന്തയിലും വരും, സാമൂഹ്യ ബോധ്യങ്ങളിലും ഒക്കെ വരും. തായാട്ടിനെ സംബന്ധിച്ചും അത് നിശ്ചയമായിട്ടും ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പം മാരാരെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട 2 പ്രബന്ധങ്ങൾ, ഒന്ന് മാരാരുടെ സാഹിത്യ ദർശനം എന്ന് പറയുന്ന ഒരു പ്രബന്ധം, മറ്റൊന്ന് മാരാരും പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും എന്ന പ്രബന്ധം. ഈ 2 പ്രബന്ധങ്ങളും ചേർത്ത് വെച്ച് നോക്കിയാൽ ആദ്യത്തെ പ്രബന്ധത്തിൽ ഏതാണ്ട് മാരാരുടെ നിലപാടിനോട് ചേർന്നാണ് തായാട്ടിൻ്റെ നില. തായാട്ട് പൊതുവെ മാരാര് സാഹിത്യം ഒരു വിദ്യയാണ് എന്ന സാഹിത്യവിദ്യ എന്ന പുസ്തകം തന്നെ മാരാര് എഴുതുകയുണ്ടായല്ലോ. ആ ഒരു പൊസിഷനോട് ഏതാണ്ട് ചേർന്ന് പോവുകയും കലയ്ക്ക് വേണ്ടി എന്നുള്ള വാദത്തെ മാരാർ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല കേട്ടോ. മാരാർ പുരോഗമന സാഹിത്യത്തിനെതിരായിരുന്നു എങ്കിലും വാസ്തവത്തിൽ തായാട്ടൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, പുരോഗമന സാഹിത്യത്തിൻ്റെ അടിസ്ഥാന വീക്ഷണം, അതായത് കല എന്നത് സാമൂഹികമായ അല്ലെങ്കിൽ ജീവിതമൂല്യമുള്ള ഒന്നായിരിക്കണം, ജീവിതത്തിന് വേണ്ടി ആയിരിക്കണം കല എന്ന പുരോഗമന സാഹിത്യ വീക്ഷണത്തോട് ചേർച്ചയുള്ള ഒത്തുനിൽക്കുന്ന ആരെങ്കിലും അതിൻ്റെ എതിരാളികളുണ്ടെങ്കിൽ അത് മാരാര് മാത്രമാണ് എന്ന്. മാരാർ ഒരിക്കലും ഭാസ്കരൻ നായരെ പോലെയോ അല്ലെങ്കിൽ യൂറോപ്പിലെ ഓസ്കാർ വൈൽഡിനെ പോലെയോ ഒന്നും കലയ്ക്ക് വേണ്ടിയാണ് ഒന്ന് അദ്ദേഹം വാദിച്ചിട്ടേ ഇല്ല. കല ജീവിതത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷെ എന്താണ് ജീവിത മൂല്യം എന്നതിനെ സംബന്ധിച്ച് പുരോഗമന സാഹിത്യത്തിൻ്റെ വീക്ഷണവും മാരാരുടെ വീക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ് മാരാരുടെയും പുരോഗമന സാഹിത്യത്തിൻ്റെയും വീക്ഷണഗതിയിൽ അടിസ്ഥാനപരമായി ഏതാണ്ട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു നിരൂപകനം നമുക്ക് മാരാരുടെ സാഹിത്യ ദർശനത്തെക്കുറിച്ചുള്ള പ്രബന്ധത്തിൽ കാണാം. എന്നാൽ മാരാരും പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും എന്നിടത്തേക്ക് എത്തുമ്പോഴേക്കും പ്രതിപാദന രീതിയാണ് പ്രധാനം, പ്രതിപാദ്യമല്ല എന്ന ഊന്നൽ മാരാരിലുള്ളതിനെ അദ്ദേഹം വളരെ നിശിതമായിട്ട് തിരഞ്ഞെടുത്ത് ആക്രമിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ചിന്താപരമായ പരിവർത്തനങ്ങൾ അപ്പോൾ പോലും ഇപ്പോൾ അക്കാഡമി പ്രസിദ്ധീകരിച്ച തായാട്ടിൻ്റെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങളാകെ വായിച്ചു നോക്കിയാൽ അതിലൊടുവിൽ അദ്ദേഹം ഏറ്റവും വിശദമായിട്ട് പ്രതിപാദിച്ച 4 വലിയ നേതാക്കളെക്കുറിച്ചോ എഴുത്തുകാരെക്കുറിച്ചോ നമുക്ക് വായിക്കാം. അതിലൊന്ന് വിവേകാനന്ദനാണ്, ഒന്ന് ഗാന്ധിയാണ്, മൂന്നാമതൊരാൾ നെഹ്റു ആണ്, പിന്നെ ടോൾസ്റ്റോയിയും വിക്ടർ യൂഗോയുമാണ്. ഈ പ്രേരണകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വിക്ടർ യൂഗോയും ടോൾസ്റ്റോയിയും ഒക്കെ അദ്ദേഹം അവതരിപ്പിക്കുന്ന രീതി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണഗതികളുടെ ചില എന്താ പറയുക ചില
സംഘർഷങ്ങൾ എന്നോ വൈരുദ്ധ്യങ്ങൾ എന്നോ ഒക്കെ പറയാവുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെ അതായത് നിന്നിടത്ത് നിന്ന് ഇങ്ങനെ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, തന്നെ നവീകരിക്കുകയും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിയനായി തുടങ്ങുകയും അവസാനം വരെ ഗാന്ധിയെ വിടാതിരിക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷെ അതേസമയം തന്നെ ഗാന്ധിയുടെ ആദർശത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ഗാന്ധിയൻ എന്ന് വിളിക്കാവുന്ന ഒരു വഴിയിൽ പൂർത്തിയാകില്ല എന്നൊരു തോന്നലാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇങ്ങനെ മാറി വരുന്ന വീക്ഷണങ്ങളുടെ വലിയൊരു ലോകം മാരാരുടെ തായാട്ടിൻ്റെ ചിന്താജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ 3 മേഖലകളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താപരിസരങ്ങൾ എന്ന് ഞാൻ കരുതുന്നു. അതിലൊന്ന് സംശയരഹിതമായിട്ടും സാഹിത്യ വിമർശനമാണ്. രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ ഭാരതീയ നവോത്ഥാനത്തെക്കുറിച്ചുള്ള ആലോചനയാണ്. മൂന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ചിന്തകളാണ്. ഈ 3 മേഖലകളുമാണ് ഒരു സാമൂഹ്യ വിമർശകൻ, സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ തായാട്ടിൻ്റെ പാരമ്പര്യത്തെ കൂടുതൽ വലുതാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നാടകരചനകളോ അല്ലെങ്കിൽ കഥാസാഹിത്യമോ ഒക്കെ അതേ അളവിൽ പ്രധാനമല്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ തന്നെ സ്വയം തൻ്റെ വിമർശന പദ്ധതിയെ തായാട്ട് വിശദീകരിക്കുന്നത് ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്ന വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൃതിയിലാണ്. അതിൽ അദ്ദേഹം തന്നെ 1973 ആ കൃതി പുറത്തു വരുന്നത്. തന്നെ മലയാളത്തിലെ സോഷ്യോളജിക്കൽ ക്രിറ്റിസിസത്തിൻ്റെ, സാമൂഹ്യശാസ്ത്ര വിമർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിനിധിയായിട്ട് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ സമഗ്രമായ സാമൂഹ്യശാസ്ത്ര വിമർശനം എന്ന നിലയിലാണ് ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്ന ഗ്രന്ഥം അദ്ദേഹം സ്വയം അവതരിപ്പിക്കുന്നത്. PGയും ഒക്കെ അത് വകവെച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിനർത്ഥം സാമൂഹ്യശാസ്ത്ര വിമർശനം ആദ്യമേ തുടങ്ങിയത് തായാട്ടിലാണ് എന്നൊന്നുമല്ല. എന്താണ് സാമൂഹ്യശാസ്ത്ര വിമർശനം എന്നതിനെക്കുറിച്ചുള്ള തായാട്ടിൻ്റെ ഒരു ഒബ്സർവേഷൻ അതിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട്. കവിയുടെ ജീവിതത്തെയും ആ കാലഘട്ടത്തിൽ സമൂഹത്തെ ചലിപ്പിച്ച ഊർജ്ജസ്വലമായ ആശയധാരയെയും കവിതയുമായി സമന്വയിപ്പിച്ച് പഠിക്കുക. 3 ഘടകങ്ങളാണ്. 1 കവിയുടെ ജീവിതം, 2 ആ കവിയുടെ ജീവിതകാലത്തെ ആകമാനം ചലിപ്പിച്ച ആശയവ്യവസ്ഥ, 3 കവിത. ഇവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ച് കവിതയെ വിലയിരുത്തുന്ന ഒരു സമീപനമാണ് താൻ പിന്തുടരുന്നത്. അതിൻ്റെ ഏറ്റവും മികച്ച മാതൃക ആയിട്ടാണ് അദ്ദേഹം ആശാൻ നവോത്ഥാനത്തിൻ്റെ കവി എന്ന ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. അതിൽ തായാട്ട് മുമ്പോട്ട് വെച്ച ഒരു കാര്യം, തായാട്ടിൻ്റെ ആശാൻ വിമർശനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ, അക്കാലത്ത് തന്നെ ധാരാളം വാദവിവാദങ്ങൾ ഉണ്ടാക്കിയത് മുണ്ടശ്ശേരി മാഷുടെ ആശാൻ വിശദീകരണത്തോട് തായാട്ട് നടത്തിയ ചില ഇടഞ്ഞു നിൽപ്പുകളാണ്. ആശാൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് മുണ്ടശ്ശേരി മാഷ് വിശേഷിപ്പിക്കുകയുണ്ടായി. തായാട്ട് അതിനോട് ഇത് ഏത് വിപ്ലവമാണ് ആശാൻ്റെ വിപ്ലവം എന്ന ചോദ്യം ഉന്നയിക്കുകയും അതൊരു ബൂർഷ്വാ നവോത്ഥാനത്തിൻ്റെ വിപ്ലവ പരിസരമാണ് എന്ന് പറയുകയും അതിനപ്പുറത്തേക്ക് വിപ്ലവബോധം വികസിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാൻ കവിതയെ പ്രചോദിപ്പിച്ചത് ആശാൻ്റെ പാരമ്പര്യ ബോധങ്ങളോ ആശാനിലെ വന്നു ചേർന്ന നാരായണ ഗുരുവിൻ്റെ സ്വാധീനമോ അല്ലെങ്കിൽ ആശാനിൽ നിലീനമായിരുന്ന ദൈവ ആധ്യാത്മിക ഭാവനകളോ അല്ല. അതിനേക്കാളൊക്കെ പ്രധാനമായി ആശാൻ്റെ കവിതയെ ചലിപ്പിച്ചത് ബൂർഷ്വാ ലിബറലിസത്തിൻ്റെ ഒരു മൂല്യവ്യവസ്ഥയാണ്. അത് ആശാനിൽ മാത്രമുള്ളതല്ല. ഭാരതീയ നവോത്ഥാനം എന്ന് പറയുന്നത് തന്നെ ബൂർഷ്വാ ലിബറലിസത്തിൻ്റെ പ്രചോദനത്താൽ വികസിച്ചു വന്ന ഒരു പരിഷ്കരണ ബോധമാണ് എന്ന് വാദിക്കുകയും അതെങ്ങനെയൊക്കെ രൂപപ്പെട്ടു വന്നു എന്നത് വളരെ സമഗ്രമായി പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ഭാരതീയ നവോത്ഥാനത്തിൻ്റെ രൂപരേഖ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച ആശയങ്ങളെ ആശാൻ്റെ കവിതയെ വിലയിരുത്താനും പിന്നീട് വള്ളത്തോൾ കവിതയെ വിലയിരുത്താനും അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ആശാൻ്റേത് ബൂർഷ്വാ ലിബറൽ വ്യക്തിവാദത്തിൻ്റെതായ ഒരു മൂല്യബോധമാണെങ്കിൽ വള്ളത്തോളിൽ അത് ദേശീയ ബോധത്തിൻ്റെ ആവിഷ്കാരമായിട്ടാണ് മാറുകയുണ്ടായത് എന്ന് പറഞ്ഞ് ഒരു കാലഘട്ടം രൂപം നൽകിയ 2 പ്രവണതകൾ എങ്ങനെ ആ കാലത്തെ 2 പ്രധാനപ്പെട്ട കവികളിൽ തെളിഞ്ഞു വന്നു, അങ്ങനെ അവർ ആ കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകങ്ങളായി എങ്ങനെ മാറിത്തീർന്നു
എന്ന് ആശാനെയും അതുപോലെ വള്ളത്തോളിനെയും മുൻനിർത്തി അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് താരതമ്യേന സമഗ്രമായൊരു പരിശോധനയാണ് എന്ന് പറയാം. ഞാനത് 100% അതേപടി വകവയ്ക്കുന്നു എന്നർത്ഥത്തിലല്ല. കാരണം ഒരു കാലം പല പ്രഭാവങ്ങളുള്ളതായിരിക്കും. ആ പ്രഭാവങ്ങൾ ഒരു കവി തന്നെ ചിലപ്പോൾ ഏറ്റെടുത്തെന്ന് വരും, ചിലപ്പോൾ ആ കാലത്തെ പല കവികൾ ഏറ്റെടുത്തെന്ന് വരും. ഇപ്പോൾ എടശ്ശേരി മലയാള കവിതയിൽ പാരിസ്ഥിതിക ബോധത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിനിധിയായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. എടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലമാണ് പലപ്പോഴും പറയുക. കുറ്റിപ്പുറം പാലം പ്രകൃതിയെ നശിപ്പിച്ച് മുന്നേറുന്ന വികസന ബോധത്തിനെതിരെ മലയാളത്തിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കവിതയായിട്ടാണ് കുറ്റിപ്പുറം പാലം അവതരിപ്പിക്കപ്പെടുക. എടശ്ശേരിയുടെ മറുപുറത്ത് പലപ്പോഴും ആളുകൾ പ്രതിഷ്ഠിക്കാറുള്ളത് വൈലോപ്പിള്ളിയെയാണ്. വൈലോപ്പിള്ളിയുടെ സർപ്പക്കാടെല്ലാം വെട്ടിച്ചുട്ട് കൃഷിയിടങ്ങൾ ഉണ്ടാക്കി മുന്നേറുന്ന ഒരു പുരോഗമന ബോധമാണ് സർപ്പക്കാവിലേത് എന്നും പറഞ്ഞ് വികസനവാദത്തിൻ്റെ കവിയാണ് വൈലോപ്പിള്ളി എന്നും പാരിസ്ഥിതിക ബോധത്തിൻ്റെ കവിയാണ് എടശ്ശേരി എന്നുമൊക്കെ ധാരാളം താരതമ്യങ്ങൾ കാണാനിട വന്നിട്ടുണ്ട്. എന്നാൽ ഈ കുറ്റിപ്പുറം പാലത്തിന് ശേഷം എടശ്ശേരി എഴുതിയ പ്രധാനപ്പെട്ട 2 കവിതകൾ, ഒന്ന് കുടനിറയ്ക്കൂ കൂടെ വരൂ, മറ്റൊന്ന് പഴകിയ ചാലുകൾ മാറ്റുക. ഈ 2 കവിതകൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ഈ 2 കവിതകളിലും വികസനത്തിനും പുരോഗതിക്കും വേണ്ടി അതിശക്തമായി വാദിക്കുന്ന എടശ്ശേരിയെ നമുക്ക് കാണാം. അത് കുറ്റിപ്പുറം പാലത്തിന് ശേഷമാണ്. കുടനിറയ്ക്കൂ കൂടെ വരൂ എന്നുള്ള കവിതയുടെ ആമുഖത്തിൽ എടശ്ശേരി ഇങ്ങനെ കവിതയുടെ മുകളിൽ 4-5 വരി എഴുതി ചേർക്കുമല്ലോ. അതിൽ എടശ്ശേരി എഴുതിയിട്ടുള്ളത്, ജന്മിത്വവും ഭാരതപ്പുഴയും ചേർന്നാണ് എൻ്റെ നാട് മുടിച്ചത്. 935 നിയമത്തിന് ശേഷം ആദ്യത്തേതിന് ശമനം വന്നിട്ടുണ്ട്, രണ്ടാമത്തേത് ഇപ്പോഴും മുടക്കം കൂടാതെ മുടിക്കുന്നു. ഭാരതപ്പുഴയെക്കുറിച്ചാണ്. ഇത് എടശ്ശേരി എഴുതിയ ഒരു വാക്യമാണ്. അതിനു മുമ്പ് മൂപ്പര് കുറ്റിപ്പുറം പാലം എഴുതി. അതുകൊണ്ട് പാരിസ്ഥിതികമായ ബോധത്തിൻ്റെ ആവിഷ്കാരം എടശ്ശേരിയുടെ കവിതയിൽ ഉണ്ട് എന്നതുകൊണ്ട് അതേ ഉള്ളൂ എന്നൊന്നും കരുതണ്ട. കാരണം ഗാന്ധിയെന്നോ മറ്റോ വിളിക്കാവുന്ന ഒരു പാരിസ്ഥിതിക പരിപ്രേക്ഷ്യം ഒരു ഭാഗത്തുള്ളപ്പോൾ തന്നെ നെഹ്റുവിലൂടെയും സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റുകളിലൂടെയും ഒക്കെ രൂപപ്പെട്ടു വരുന്ന പുതിയ വികസന ബോധവും ആ കാലത്ത് ശക്തമായിട്ടുണ്ട്. ഒരു വലിയ കവി 2 താല്പര്യങ്ങളിലും ചെന്ന് നിൽക്കും, 2 താല്പര്യങ്ങളോടും അയാൾ സമ്മതിച്ചു എന്ന് വരും. അത് കലയുടെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. ഒരേ പ്രകാരത്തിൽ ഒരു തത്വം പറഞ്ഞുകൊണ്ടിരിക്കലല്ല കല ചെയ്യുന്നത്. അത് വൈരുദ്ധ്യങ്ങളിൽ ഇങ്ങനെ വേരാഴ്ത്തി നിൽക്കുന്നു. അതൊരു കാലത്തിലും ഉണ്ടാവും വൈരുദ്ധ്യം, ഒരു കവിയിലും ഉണ്ടാവും. ഇപ്പം ആശാനെ നോക്കിയാൽ തയ്യാട്ടത് പറയുന്നുണ്ട്. ആശാനെ നോക്കിയാൽ നിങ്ങൾക്ക് പല ആളുകളെ കാണാം. സ്തോത്രകാവ്യങ്ങൾ എഴുതിയിരുന്ന ആശാനെ കാണാം. വീണപ്പൂവ് എഴുതിക്കൊണ്ട് റൊമാൻറ്റിസിസത്തിന് ഒരു ആവിഷ്കാരം, ഫലപ്രദമായ ആവിഷ്കാരം നൽകിയ, അതിനെ ഉച്ചസ്ഥാനത്തേക്ക് കൊണ്ടുപോയ നളിനിയും ലീലയും എഴുതിയ ആശാനെ കാണാം. അങ്ങനെ റൊമാൻറ്റിസിസത്തിൻ്റെ മലയാളത്തിലെ ഏറ്റവും നല്ല അവതാരകരിൽ ഒരാളായി മാറിയ ആശാൻ തന്നെയാണ് ദുരവസ്ഥ പോലൊരു കാവ്യം എഴുതിയിട്ട് മലയാളത്തിൽ റിയലിസ്റ്റ് ഭാവനയ്ക്കും തുടക്കം കുറിച്ചത്. സാധാരണ നിലയിൽ റൊമാൻറ്റിസിസത്തിൻ്റെ വിപരീതമായിട്ടോ അതിൻ്റെ എതിർമുഖമായിട്ടോ ആണ് റിയലിസം പരിഗണിക്കപ്പെടുക. ആശാനിൽ പക്ഷേ ഇത് രണ്ടും ഉണ്ട്. കാരണം റിയലിസ്റ്റ് ഭാവനയുടെ പിന്നിലുള്ള സാമൂഹിക ബലങ്ങളും റൊമാൻറ്റിക്കായ ഭാവനയുടെ പിന്നിലുള്ള ചരിത്രപരമായ ബലങ്ങളും ആശാനിൽ ഏതാണ്ട് ഒരേ കാലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആധുനിക വ്യക്തിബോധത്തിൻ്റെയും അത് നൽകുന്ന മൂല്യബോധത്തിൻ്റെയും തലം ഒരു ഭാഗത്തുണ്ട്, ജാതിവിരുദ്ധമായി വികസിച്ചു വരുന്ന സാമൂഹ്യ രാഷ്ട്രീയ സമരങ്ങളുടെ തലം മറുഭാഗത്തുമുണ്ട്. ഇത് രണ്ടും ആശാനിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ഭാഗത്ത് ലീലയും നളിനിയും ഉണ്ടാകുന്നു, മറുഭാഗത്ത് ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകയും ഒക്കെ ഉണ്ടായി വരികയും ചെയ്യും. അതുകൊണ്ട് പ്രസ്ഥാനങ്ങൾ എന്ന നിലയ്ക്ക് ഇവ തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിലും ചരിത്രപരമായി ഈ 2 വൈരുദ്ധ്യങ്ങളുടെയും നടുവിൽ ഒരാൾ നിൽക്കുമ്പോൾ അത് രണ്ടും അയാളിൽ പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശാൻ കവിതയെ ഒരു സങ്കീർണതയുടെ വലിയൊരു ലോകമായിട്ട് തയ്യാട്ട് നോക്കിക്കാണുന്നത്. വള്ളത്തോളിനെ സംബന്ധിച്ചാകട്ടെ ഈ സാമൂഹിക നീതി എന്ന ആശയത്തെക്കാൾ ദേശീയത എന്ന ആശയത്തെ പ്രധാനമാക്കി എടുക്കുകയും ദേശീയത എന്ന ആശയത്തെ പ്രധാനമാക്കി എടുത്തതുകൊണ്ട് തന്നെ വള്ളത്തോൾ കവിതയിൽ വേണ്ടത്ര ബ്ലൈൻഡ് സ്പോട്ട്സ് ഉണ്ട്, ഇരുണ്ട ഇടങ്ങളുണ്ട് എന്ന് ഇപ്പം നമുക്കറിയാം. അന്നത് വള്ളത്തോൾ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അത് ഇപ്പോൾ ജാതിയെ സംബന്ധിച്ചാകാം, മതത്തെ സംബന്ധിച്ചാകാം, ഒക്കെ ധാരാളം ഇരുണ്ട ഇടങ്ങൾ
വള്ളത്തോൾ കവിതയിലും നമുക്ക് കാണാൻ പറ്റും. മൊട്ടപ്പാഴ്ത്തലയല്ല വേണ്ടു ഭാരതക്ഷോണി കിരീടം ചൂടാൻ എന്നെഴുതിയതും വള്ളത്തോളാണ്. അതും വള്ളത്തോൾ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നതുകൊണ്ട് വള്ളത്തോൾ ആകെ കുറ്റവാളിയാണെന്നൊന്നും ഞാൻ പറയല്ല. കാരണം ഖസാക്കിൽ പിന്നെ ഉദ്ധരിക്കുന്നത് ഇതാണല്ലോ, ഭാരതക്ഷോണി കിരീടം ചൂടാൻ എന്ന് മാധവൻ നായർ രവിയോട് പറയണത് ഈ വരിയാണ്. അതായത് ദേശീയത എന്ന് പറയുന്നത് എങ്ങനെയാണ് ഹൈന്ദവമായ ഒരു ആഖ്യാനത്തിനകത്തേക്ക് പോയത് എന്നുള്ളതിന് മലയാളത്തിൽ വള്ളത്തോളിൻ്റെ കവിതയിലും തെളിവുണ്ട്. അത് ചരിത്രത്തിൻ്റെ ഒരു വൈരുദ്ധ്യമാണ്. ദേശീയ ബോധം എന്ന് പറയുന്നതിൽ സഹജമായി ഒരു മതാത്മകമായ ഇടുക്കം വരാനുള്ള എല്ലാ സാധ്യതയും ഇന്ത്യയിലുണ്ടായിരുന്നു. ആ ദേശീയതയുടെ ഒരു വൈരുദ്ധ്യമാണത്. ഇത് വള്ളത്തോളിൻ്റെ കവിതയിൽ മറ്റൊരു നിലയിൽ വന്ന കാര്യം തായാട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നവോത്ഥാനം എന്നൊരു ചരിത്ര സന്ദർഭത്തെ എടുത്ത് അതിലെ ഭിന്ന ബലങ്ങൾ എങ്ങനെയാണ് കാവ്യരൂപം ആർജിച്ചത് എന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ രണ്ട് പരിശോധനകളാണ് ഈ ആശാനെക്കുറിച്ചും വള്ളത്തോളിനെ കുറിച്ചും തായാട്ട് നടത്തിയ പഠനങ്ങൾ. പിള്ളീനത് ഉള്ളൂരിനെ കുറിച്ചും ചങ്ങമ്പുഴയെക്കുറിച്ചും അതുപോലെ വൈലോപ്പിള്ളിയെക്കുറിച്ചുമൊക്കെ ഉള്ളതായിത്തീരുന്നു. പക്ഷെ തായാട്ടിൻ്റെ വിചാര രീതിയുടെ ഒരു 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 പ്രശ്നമെന്ന് വേണമെങ്കിൽ പറയാവുന്നത്, ഇപ്പോൾ വൈലോപ്പിള്ളിയെ തന്നെ കാണുമ്പോൾ പന്തങ്ങൾ എഴുതുന്ന വൈലോപ്പിള്ളിയെയാണ്, കുടിയൊഴിക്കൽ എഴുതിയ വൈലോപ്പിള്ളിയെ അല്ല അദ്ദേഹം കൂടുതൽ കാണുക. ചോര തുടിക്കും ചെറുകൈകളെ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മലതുരക്കൽ എഴുതുന്ന ജലസേചനം എഴുതുന്ന ഒരു വൈലോപ്പിള്ളിയെയാണ് അദ്ദേഹം കൂടുതൽ കാണുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്നത്തെ ആ പ്രകടമായ പ്രത്യാശയ്ക്കുള്ളിലെ സംഘർഷങ്ങളെ കണ്ട വൈലോപ്പിള്ളിക്ക് അല്ലേ ചരിത്രപരമായി കൂടുതൽ ബലമുള്ളത് എന്ന് തോന്നും. കുടിയൊഴിക്കലിൽ നമ്മൾ കാണുന്ന വൈലോപ്പിള്ളി എന്ന് പറയുന്നത് നമ്മുടെ പ്രകടമായ വിപ്ലവബോധത്തിനുള്ളിലെ പിളർപ്പുകളെ ആഴത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒരു കവിയാണ്. ഒരുപക്ഷെ എൻ വി കൃഷ്ണവാര്യരാണ് കുടിയൊഴിക്കലിൻ്റെ അവതാരികയിൽ ആ കാര്യം മർമ്മസ്പർശിയായി പറഞ്ഞു വെച്ചത്. ഇടത്തരക്കാരൻ്റെ ധർമ്മസങ്കടം എന്നാണ് എൻ വി അതിനെക്കുറിച്ച് പറഞ്ഞത്. അതായത് വ്യക്തിപരമായിട്ട് വിപ്ലവബോധം കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയും സാമൂഹികമായി പ്രതിവിപ്ലവകരമായി ജീവിക്കുകയും ചെയ്യുന്ന കേരളീയ മധ്യവർഗം എന്ന പിൽക്കാലത്ത് കേരളത്തിൻ്റെ എല്ലാ പുരോഗമന ബോധത്തെയും കവി അത് കാണുന്നുണ്ട്. പക്ഷേ ഈ ജാഥേയ വൈലോപ്പിള്ളി അല്ലെങ്കിൽ ആഖ്യാതാവായ കവി പറയുന്നത് കൂകിയാർപ്പിട്ട് കൂളികൂളന്മാർ കൂരിരുട്ടിൻ്റെ കാടിളക്കുന്നു എന്നാണ്. പ്രകാശവുമായി അലാത സംഘം വരുന്നു, ഇങ്ങനെ ചൂട്ടും പടയണിയുമായിട്ട് വെളിച്ചത്തിൻ്റെ വിപ്ലവവുമായിട്ട് ജാഥ വരുന്നുണ്ട്. പക്ഷേ മൂപ്പര് നോക്കിയിട്ട് കൊള്ളാവുന്ന ആരെയും കാണാനില്ല, കൂളികൂളന്മാർ. അതുകൊണ്ട് ഈ ജാഥ നല്ലതാണെങ്കിലും ജാഥയിൽ ഞാനില്ല. ഞങ്ങൾ പണ്ട് മഹാരാഷ്ട്രയിൽ പറഞ്ഞിരുന്നൊരു ഫലിതം എന്താണെന്ന് വെച്ചാൽ, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ, തൃപ്പൂണിത്തറക്കാർ മാത്രം ഇങ്ങോട്ട് മാറി നിൽക്കുവിൻ എന്നാണ്. അതെന്ന് വെച്ചാൽ ജാഥ പോട്ടെ, പിന്നെ ഞങ്ങൾ വരാം എന്നത്. അതിപ്പോൾ തൃപ്പൂണിത്തറ തന്നെ ആവണമെന്നില്ല കേട്ടോ, ഏത് പ്രദേശത്ത് ഈ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു മധ്യവർഗ പ്രശ്നമാണ്. കാരണം നിങ്ങൾ ആദർശാത്മകമായിട്ട് സാമൂഹികതയെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നു, ജീവിതപരമായിട്ട് അതിൻ്റെ വിപരീത സ്ഥാനം നിലനിൽക്കുന്നു എന്ന വൈരുദ്ധ്യം. ഇതാദ്യം മലയാളത്തിൽ വിളിച്ചു പറയുന്ന ഒരാൾ വൈലോപ്പിള്ളിയാണ്. കുടിയൊഴിക്കലാണ് അതിൻ്റെ ഒരു പ്രധാന, അതിപ്പോഴും തുടരുന്ന കവിതയായിരിക്കുന്നത് അതുകൊണ്ടാണ്. അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ അന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രചോദനം കൊണ്ടുകൂടിയാകാം പന്തങ്ങളും ജലസേചനവും മലതുരക്കലും ഒക്കെ പോലുള്ള കവിതകളിലൂടെയാണ് തായാട്ട് മുമ്പോട്ട് പോകുന്നത് ഒരു വിമർശകൻ എന്ന നിലയിൽ. തായാട്ടിൻ്റെ ഈ വിമർശന സന്ദർഭം കൂടി ഇവിടെ നോക്കേണ്ടതാണെന്ന് തോന്നുന്നു. അത് ഇപ്പം മലയാള വിമർശനം ഒരു 1930-കൾ കഴിയുമ്പോഴേക്കും ഒരു ആധുനിക മൂല്യബോധം ആർജിക്കുകയും ഒരർത്ഥത്തിൽ പുരോഗമനപരമായ ഒരു വഴിയിലേക്ക് വലിയ തോതിൽ പ്രവേശിക്കുകയും ചെയ്തു. പല രൂപത്തിലാണെങ്കിലും കേസരി, മാരാര്, മുണ്ടശ്ശേരി, എം പി പോള് ഇവരൊക്കെ പല നിലകളിലാണെങ്കിലും മാരാര് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ കടുത്ത ശത്രുവായിരുന്നു എന്നത് ശരിയായിരിക്കെ തന്നെ ജീവിതത്തെ വിട്ടുകൊണ്ടുള്ളൊരു കേവലാനന്ദം എന്നതിൻ്റെയും കടുത്ത വിമർശകനായിരുന്നു മാരാര്. ജീവിതത്തെ നവീകരിക്കുക എന്നത് കലയുടെ ലക്ഷ്യമാണെന്നുള്ള കാര്യത്തിൽ മാരാർക്കും സംശയം ഉണ്ടായില്ല. ആ നവീകരണം അടിസ്ഥാന ധാർമ്മിക മൂല്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ടാകണം, അതല്ലാതെ മനുഷ്യർക്കിടയിൽ സംഘർഷം വളർത്തിയിട്ടാവരുത് എന്നതായിരുന്നു മാരാരുടെ പ്രശ്നം. പുരോഗമന സാഹിത്യത്തെ കണ്ടെടുത്ത് വെച്ച് എതിർക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ മാരാര് പറയുന്നത് ഈ സംഘർഷം വളർത്തുന്നു എന്നുള്ള അടിസ്ഥാനത്തിലാണ്.
അതല്ലാതെ കലയ്ക്ക് ജീവിത മൂല്യം വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. കേസരിയാകട്ടെ, മാരാരാകട്ടെ, മുണ്ടശ്ശേരിയാകട്ടെ, പോളാകട്ടെ, കുറ്റിപ്പുഴയാകട്ടെ, ഇവരൊക്കെ ഏതാണ്ട് 1930 മുതൽ 60 വരെയുള്ളൊരു 10, 30, 40 വർഷക്കാലം ഈ നിലയിൽ സാഹിത്യവും കലയും ജീവിതവും തമ്മിലുള്ള അടിസ്ഥാന ബന്ധത്തെ ഉറപ്പിച്ചാണ് മുമ്പോട്ട് പോയത്. വിശദാംശങ്ങളിലുള്ള വ്യത്യാസങ്ങളൊക്കെ നിൽക്കെ തന്നെ ഈ വിശാലമായ ഒരു ചട്ടക്കൂട്, സാമൂഹികതയുടെ ഒരു ചട്ടക്കൂട് കലയ്ക്കും സാഹിത്യത്തിനും ഇവർ നൽകുകയുണ്ടായി. എന്നാൽ 1960 ഇതിലൊരു വലിയ മാറ്റം വരുന്നുണ്ട്. തയ്യാട്ട് ഇടപെടുന്ന ഒരു സന്ദർഭമാകുമ്പോഴേക്കും ഇതിൽ 2 തരത്തിലുള്ള മാറ്റം വരുന്നുണ്ട്. ഒന്ന്, കലയ്ക്ക് വേണ്ടിയാണ് എന്ന് വാദിക്കുകയും സവിശേഷമായ രൂപനിർമ്മാണ വിദ്യയാണ് കല എന്ന നിലയിലുള്ള വാദഗതികൾ ഉയർന്നു വരികയും ചെയ്തു. ഭാസ്കരൻ നായരുടെ കലയും കാലവും പോലുള്ള അക്കാലത്ത് വലിയ ആളുകളെ സ്വാധീനിച്ച ഒരു കൃതിയായിരുന്നു കലയും കാലവും. ഇദ്ദേഹം പറയുന്നത് പ്രതിപാദ്യമേ പ്രശ്നമല്ല, പ്രതിപാദനത്തിൻ്റെ ഭംഗികളും പ്രതിപാദനത്തിൻ്റെ താളാത്മകതയും ഒക്കെയാണ് കലയുടെ മൗലികതയുടെ അടിസ്ഥാനം എന്ന ഒരു വാദം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അക്കാദമിക വിമർശനം എന്ന് പറയുന്ന മട്ടിൽ സർവകലാശാല പഠന വിഭാഗങ്ങളെ ഒക്കെ കേന്ദ്രീകരിച്ച് ഒരു തരത്തിൽ ഭാഷയുടെ സാങ്കേതികാംശങ്ങൾ, വ്യാകരണപരമായ കാര്യങ്ങൾ, വൃത്തപരമായ കാര്യങ്ങൾ, അങ്ങനെ ഒരു പണ്ഡിത വൃത്തി എന്ന നിലയിലേക്ക് സാഹിത്യ വിചാരത്തെ മാറ്റുന്ന രീതി. ഇങ്ങനെ 2 തിരിവുകൾ ഏതാണ്ട് 60 അവസാനത്തോടെ 70 മലയാളത്തിൽ കാണാൻ പറ്റും. ലാവണ്യവാദത്തിൻ്റെ ഒരു വഴി, ഈ ലാവണ്യവാദത്തിൻ്റെ വഴിയാണ് പിന്നീട് ഇങ്ങോട്ട് മോഡേണിസ്റ്റ് നിരൂപണത്തിൽ മറ്റൊരു രൂപം ആർജിച്ചത്. ജീവിതത്തിൻ്റെ നിരർത്ഥകത, അസ്തിത്വ സന്ത്രാസം, അസ്തിത്വ വ്യഥ എന്നൊക്കെയുള്ള ആശയാവലികളിലേക്ക് ഇത് കൂട്ടിയണക്കപ്പെടുകയുണ്ടായി. രൂപപരീക്ഷണങ്ങൾ ആണ് കല എന്നൊക്കെയുള്ള വാദങ്ങളായിട്ട് മാറുന്നത് ഈ ലാവണ്യവാദത്തിൻ്റെ മറ്റൊരു നിലയിലുള്ള തുടർച്ചയാണ്. ഈ അക്കാഡമിക വിമർശനമാകട്ടെ ഇതൊരു പാണ്ഡിത്യ പ്രശ്നമാണ്. ഏതാണ്ട് നിയോ ക്ലാസിക്കൽ പാണ്ഡിത്യവാദത്തിൻ്റെ മറ്റൊരു നിലയിലുള്ള ജനനമാണ് അക്കാദമിക വിമർശനം വഴി 70 വരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഒരു നിലയ്ക്ക് നമ്മുടെ സാഹിത്യ വിചാരത്തിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങിയ സാഹിത്യത്തിൻ്റെ സാമൂഹിക അടിസ്ഥാനത്തെ അതിശക്തമായിട്ട് പറഞ്ഞുറപ്പിച്ചുകൊണ്ട് തയ്യാട്ട് ഇടപെടുന്നത്. അത് അദ്ദേഹം വളരെ നിശിതമായിട്ട് നിറവേറ്റുകയും, ഞാൻ നേരത്തെ പറഞ്ഞ സീതയും നിരൂപകന്മാരും എന്ന ഗ്രന്ഥം എത്തുമ്പോൾ ഓരോ നിരൂപകനും സീതാകാവ്യത്തെ കണ്ട വഴിയെടുത്ത് ആ വഴിയുടെ സാധ്യതകളും അതിൻ്റെ പരാധീനതകളും വിശദമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കി സീതാകാവ്യത്തെ വേറൊരു പാരഡൈമിൽ, അക്കാലം വരെ സീതാകാവ്യം പരിശോധിക്കപ്പെട്ട വാൽമീകിയുടെ സീത, ആശാൻ്റെ സീത എന്ന വിചാരക്രമത്തിന് പുറത്ത് ആധുനിക മൂല്യവ്യവസ്ഥയുടെ ആവിഷ്കാര സ്ഥാനമായ സീത എന്ന പുതിയൊരു വിചാര സന്ദർഭത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് തയ്യാട്ട് അതിലൊരു വഴിത്തിരിവ് ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ നമ്മുടെ സാമൂഹികോന്മുഖമായ വിമർശനത്തിൻ്റെ ഒരു പുനഃസ്ഥാപന പ്രക്രിയ കൂടി വാസ്തവത്തിൽ തയ്യാട്ടിൻ്റെ 70 80 നടന്ന വിമർശനത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ആ സമീപനത്തിന് ഒരു പരിമിതിയുമുണ്ട്. അത് നമ്മൾ കാണാതിരിക്കേണ്ട കാര്യമില്ല. ആ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഈ സാമൂഹ്യശാസ്ത്ര വിമർശനം എന്ന് പറയുന്നതിൽ തന്നെ ഉള്ള ഒരു മൗലികമായ പരാധീനത, അത് സമൂഹവും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെ ഒട്ടൊക്കെ ദ്വന്ദ്വവാദപരമായിട്ടാണ് കാണുക. അതായത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുകയോ പ്രതിനിധാനം ചെയ്യുകയോ ചെയ്യുന്നതാണ് കല, സാഹിത്യം എന്നൊരു യുക്തിയാണ് അതിലുള്ളത്. അതുകൊണ്ട് സാഹിത്യവും സമൂഹവും എന്നാണ് പറയുക. ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി, ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി എന്നൊക്കെ പറയും. റെയ്മണ്ട് വില്യംസ് പിന്നീട് പറയുന്നൊരു കാര്യം, ഇറ്റ് ഈസ് നോട്ട് ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി ബട്ട് ലിറ്ററേച്ചർ ഇൻ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. സാഹിത്യവും ചരിത്രവുമല്ല, സാഹിത്യം ചരിത്രത്തിൽ. ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ എന്ന് തോന്നുമെങ്കിലും ഭീമാകാരമായ വ്യത്യാസമാണ്. അതായത് സാഹിത്യവും സമൂഹവും എന്ന് പറയുമ്പോൾ ഇത് രണ്ടും 2 കാര്യങ്ങളാണ്. സമൂഹം ഒരു കാര്യമാണ്, സാഹിത്യം വേറൊരു കാര്യമാണ്. ഈ സമൂഹ യാഥാർത്ഥ്യത്തെ സാഹിത്യം എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയാണ് ചർച്ച. മറിച്ച് ട്രൂലി മാർക്സിസ്റ്റ് എന്ന് വിളിക്കാവുന്നൊരു സമീപനം ഇങ്ങനെ സമൂഹത്തിന് പുറത്ത്
അതിനെ പകർത്തി കാണിച്ചുകൊണ്ടോ പ്രതിനിധാനം ചെയ്തുകൊണ്ടോ നിലകൊള്ളുന്ന ഒന്നായിട്ടല്ല സാഹിത്യത്തെ കാണുന്നത്. സാഹിത്യമെന്ന് പറയുന്നത് സാമൂഹികമായ ഒരു ഘടകമാണ്. അത് സമൂഹ രൂപീകരണത്തിൽ പങ്കുചേരുന്ന നിരവധി ഘടകങ്ങളിൽ ഒന്നാണ് സാഹിത്യം. അല്ലാതെ സമൂഹ യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലന പ്രതിനിധാനങ്ങളല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട മാറ്റമാണ്. ഇതിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാഹിത്യമെന്നത് സാമൂഹികതയുടെ ഒരു എക്സ്റ്റൻഷനോ ഒരു അടയാള മേഖലയോ അല്ല. നമ്മുടെ ചരിത്രകാരന്മാർ ചിലരൊക്കെ സാഹിത്യത്തെ തെളിവായിട്ട് എടുക്കുമല്ലോ. സോഷ്യൽ ഹിസ്റ്ററിയുടെ തെളിവ് തേടിയിട്ട് സാഹിത്യത്തിൽ പോവുക, ഇവിടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടത്തേൻ്റെ തെളിവാണെന്ന് പറയുക എന്ന മട്ടിൽ. മറിച്ച് സമൂഹം എന്ന് പറയുന്ന വലിയൊരു ഘടനയെ, ഒരു സിസ്റ്റത്തെ നമ്മൾ വിഭാവനം ചെയ്താൽ ആ സിസ്റ്റത്തെ രൂപപ്പെടുത്തുന്ന നിരവധി ഘടകങ്ങളിലൊന്നാണ് സാഹിത്യവും. ഇതൊരു പക്ഷേ കേരളത്തിൽ ആദ്യം സൂചിപ്പിക്കുന്ന ഒരാൾ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി രാജരാജീയം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലേഖന പ്രബന്ധ സമാഹാരത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു കാലത്തിൻ്റെ വികാരഗതിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്ന് ആ കാലത്തെ കാവ്യരൂപങ്ങളാണ് എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. കാവ്യരൂപങ്ങളെന്ന് പറയുന്നത് വെറുതെ ഏതെങ്കിലും ഭാവങ്ങൾ കോരി നിറയ്ക്കാൻ പാകത്തിന് ഇപ്പുറത്ത് നിൽക്കുന്നൊരു സംഗതിയല്ല, ഒരു സോഷ്യൽ റിലേഷനാണ്. ഇപ്പോൾ സമീപകാലത്ത് അന്തരിച്ച ഫ്രെഡറിക് ജെയിംസനാണ് രൂപം എന്നതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് സെഡിമെൻറ്റഡ് കണ്ടൻ്റ് എന്നാണ്. ഊറിക്കൂടിയ ഉള്ളടക്കമാണ് രൂപം. ഏറ്റവും ആഴത്തിൽ ചരിത്രം പതിഞ്ഞു കിടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് രൂപത്തിലാണ്. ഇപ്പം മധ്യകാലം അല്ലെങ്കിൽ കേരളത്തിലെ നാടുവാഴിത്തത്തെ, മധ്യകാല പ്രഭുവാഴ്ചയെ, നാടുവാഴിത്തത്തെ, അതിൻ്റെ മൂല്യവ്യവസ്ഥയെ ആകമാനം സംഘനനം ചെയ്ത രൂപമാണ് നമ്മുടെ മഹാകാവ്യങ്ങളോ ആട്ടക്കഥകളോ. അത് നിശ്ചലതയുടെ, അത് പ്രവൃത്തിരാഹിത്യത്തിൻ്റെ ഒരു വലിയ ലോകത്തെ ഇങ്ങനെ സ്തബ്ധമാക്കി നിർത്തുന്നു. മറിച്ച് ഒരു ഭാവഗാനം എന്ന് പറയുന്നതാകട്ടെ പുതുതായി ഉണർന്നു വരുന്ന മാനുഷികതയുടെ ഏറ്റവും ലഘുവായ, ഏറ്റവും പേലവമായ ഒരു വൈകാരിക സ്ഥാനത്തെ പോലും പ്രധാനമായി കാണുകയും അതിനെ മുൻനിർത്തി തന്നെ ഒരു കവിതയായിട്ട് അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യജീവിതത്തിലെ ഏറ്റവും സൂക്ഷ്മമായ ഒരു സന്ദർഭം പോലും അനന്യവും വിലപിടിച്ചതുമായി തീരുന്ന ഒരു ഘട്ടം, മാനുഷികത എന്ന് പറയുന്നത് സ്തബ്ധമായി നിൽക്കുന്ന ഒരു ഘട്ടം. ഈ രണ്ട് ഘട്ടങ്ങളെയാണ് ഒരു ഭാഗത്ത് മഹാകാവ്യങ്ങളും മറുഭാഗത്ത് എന്താ പറയുക ഭാവഗാനങ്ങളും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഭാവഗാനങ്ങൾ എന്ന് പറയുന്നത് ഒരു അനുഭവ നിർമ്മാണത്തിൻ്റെ ഘടകം തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇത് ഏറ്റവും മനസ്സിലാക്കാൻ സഹായകമായത് ചങ്ങമ്പുഴയെ പോലെ ഒരാളാണ്. 1930 മുതൽ 50 വരെ കേരളീയ അനുഭവത്തെ രൂപപ്പെടുത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഘടകമായി ചങ്ങമ്പുഴ മാറുകയുണ്ടായി. അത് പിന്നീട് EMS ചങ്ങമ്പുഴയെക്കുറിച്ച് എഴുതുമ്പോൾ, ആദ്യഘട്ടത്തിൽ ചങ്ങമ്പുഴയെക്കുറിച്ച് EMS 48 ഒളിവിൽ കഴിയുന്ന കാലത്ത് എഴുതിയ ലേഖനത്തിൽ EMS പറഞ്ഞത് ഈ 29-30 കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ചങ്ങമ്പുഴ കവിതയ്ക്ക് ഇത്ര വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്തത്. ആ പ്രതിസന്ധി അവസാനിക്കുമ്പോൾ ചങ്ങമ്പുഴയുടെ പ്രസക്തി മങ്ങും എന്നാണ്. എന്നാൽ 84 ആകുമ്പോൾ അദ്ദേഹം വേറൊരു ലേഖനം എഴുതുന്നുണ്ട്. ആ ലേഖനത്തിൻ്റെ ശീർഷകം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, എഴുത്തച്ഛൻ ആശാൻ ചങ്ങമ്പുഴ എന്നാണ്. മലയാള കാവ്യചരിത്രത്തിലെ 3 വിപ്ലവ സ്ഥാനങ്ങളായിട്ട് അദ്ദേഹം കാണുന്നത് എഴുത്തച്ഛൻ, ആശാൻ, ചങ്ങമ്പുഴ എന്ന നിലയിലാണ്. അതിൽ അദ്ദേഹം ചങ്ങമ്പുഴയുടെ വിപ്ലവകരമായ ഇടപെടലായി പറയുന്നത് വാഴക്കുല പോലൊരു കവിത എഴുതി എന്നുള്ളതല്ല. അദ്ദേഹം പറഞ്ഞത് മറ്റെന്തെല്ലാം വിപ്ലവകരമായ മികവുകൾ ഉണ്ടായിരുന്നെങ്കിലും എഴുത്തച്ഛനും ആശാനും ഒരു പരിമിതി ഉണ്ടായിരുന്നു. ഒന്ന്, അവരുടെ കാവ്യഭാവനയുടെയും കാവ്യഭാഷയുടെയും രൂപസംവിധാനത്തിൻ്റെയും സ്രോതസ്സ് സംസ്കൃത പാരമ്പര്യമായിരുന്നു. അത് ദീർഘമായ സംസ്കൃത വരേണ്യ പാരമ്പര്യത്തിൽ നിന്നാണ് അവരവരുടെ കാവ്യരീതികളെയും കാവ്യഭാഷയെയും കൽപ്പനകളെയും ഒക്കെ കണ്ടെത്തിയത്. ചങ്ങമ്പുഴ ചെയ്ത 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഇതിനെ മുഴുവൻ തിരസ്കരിച്ച് ജനങ്ങളുടെ ദൈനംദിന ജീവിതാനുഭവങ്ങളുടെ ഭാഷയിലേക്ക് കവിതയെ കൊണ്ടുവന്നു. 2, നാടോടിയായ ഈണങ്ങളെയും താളങ്ങളെയും എടുത്ത് അത് കവിതയാക്കി മാറ്റി. അതുകൊണ്ട് ചങ്ങമ്പുഴയിലെ വിപ്ലവം എന്ന് പറയുന്നത് വാഴക്കുലയിൽ എഴുതിയ പ്രമേയപരമായ വിപ്ലവം മാത്രമല്ല, അനുഭവത്തിൻ്റെ പുതിയൊരു ഘടനയുണ്ടാക്കി.
ഈ അനുഭവത്തിൻ്റെ പുതിയ ഘടന ഉണ്ടാക്കുക എന്നുള്ളത് മനുഷ്യർ അതുവരെ അനുഭവിച്ചതിൽ നിന്ന് ഭിന്നമായ ഒരു അനുഭവ മേഖലയെ സൃഷ്ടിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ബഷീർ ചെയ്യുന്ന അതാണ്. അനുഭവത്തിൻ്റെ പുതിയൊരു ഘടന ഉണ്ടാക്കാനായിട്ട് കഴിയുന്നു. ആ നിലയിലുള്ള ഒരു തൻ്റെ തന്നെ ചങ്ങമ്പുഴ വിമർശനത്തെ EMS മറികടക്കുന്നത് പോലെ ഒരു നോട്ടം വാസ്തവത്തിൽ നമുക്ക് തായാട്ടിൽ അധികം കാണാൻ പറ്റില്ല. തായാട്ട് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ സാഹിത്യത്തിന് എന്ത് പങ്കുണ്ട് എന്ന നിലയിലുള്ള ഒരു പരിശോധനയാണ് ഏറെക്കുറെ നടത്തിയിട്ടുള്ളത്. ഒരു കൃതി അതിനുള്ളിൽ തന്നെ വൈരുദ്ധ്യപൂർണമായി തീരുന്നത് എങ്ങനെ എന്ന നിലയിലുള്ള ഒരാലോചന അതിലധികമില്ല, തീർത്തുമില്ല എന്ന് പറഞ്ഞുകൂടാ കേട്ടോ. വിക്ടർ ഹ്യൂഗോൻ്റെ പാവങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ തായാട്ട് അസാധാരണമായൊരു നിരീക്ഷണം നടത്തുന്നുണ്ട്. അത് പക്ഷെ അദ്ദേഹം വികസിപ്പിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഈ പാവങ്ങൾ എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് സ്വഭാവമുള്ള കൃതിയാണ്. വളരെ ആദർശവൽകൃതമായ പെരുപ്പിക്കപ്പെട്ട മനുഷ്യരൂപങ്ങളാണ് അതിനകത്തൊക്കെ ഉള്ളത്. എല്ലാ മനുഷ്യപ്രകൃതങ്ങളും വല്ലാതെ ഇൻഫ്ലേറ്റഡ് ആണ്. അങ്ങനെ ഇൻഫ്ലേറ്റഡ് ആയിട്ടും അതുകൊണ്ട് ഫ്രാൻസിൽ അതൊരു വലിയ നോവലായിട്ടല്ല. വിക്ടർ ഹ്യൂഗോ ഫ്രഞ്ചുകാരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട റൊമാൻറ്റിക് കവിയാണ്. അല്ലാതെ ബെൽസാക്കിനെ പോലെയോ സ്റ്റെൻഡാളിനെ പോലെയോ മൊപ്പസാങ്ങിനെ പോലെയോ ഫ്ലോബേറിനെ പോലെയോ ഒന്നും വലിയൊരു നോവലിസ്റ്റ് അല്ല ഫ്രാൻസിൽ, യൂറോപ്പിൽ പോലും അല്ല. മറിച്ച് മലയാളത്തിൽ അദ്ദേഹം വമ്പൻ നോവലിസ്റ്റായിട്ട് മനസ്സിലാക്കപ്പെട്ടു. ഇങ്ങനെ മനുഷ്യപ്രകൃതത്തിൻ്റെ പല മടങ്ങ് പെരുപ്പമുള്ള മനുഷ്യരൂപങ്ങളെ നോവലിൽ കൊണ്ടുവന്നിട്ടും കേരളത്തിന് എന്തുകൊണ്ടത് സ്വീകാര്യമായി എന്നതിന് ഒരു മർമ്മസ്പർശിയായ സ്ഥാനത്ത് തായാട്ട് തൊടുന്നുണ്ട്. അത് അദ്ദേഹം പറയുന്നത് കഥകളി പോലുള്ള കലാരൂപങ്ങളിൽ ഈ പെരുപ്പിക്കപ്പെട്ട മാതൃകകൾ കണ്ട് പരിശീലിച്ചതുകൊണ്ട് മലയാളികൾക്കത് അസ്വാഭാവികമായി തോന്നിയിട്ടുണ്ടാവില്ല എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. കാരണം ഈ ഒരു ശീലമുണ്ട് ഈ കഥകളിയിൽ. നിങ്ങൾക്കറിയാമല്ലോ, മനുഷ്യപ്രകൃതം എന്ന് പറയുന്നത് സഹജമല്ല, സ്വാഭാവികമല്ല. അതിങ്ങനെ വലുതായി 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 കൊണ്ടുവരികയാണല്ലോ ചെയ്യുക. കൂത്തിലും കൂടിയാട്ടത്തിലൊക്കെ ഈ പെരുപ്പിക്കലുണ്ട്. ഇതുപോലെ പെരുപ്പിക്കപ്പെട്ട ഒരു മനുഷ്യാവസ്ഥ ഈ പാവങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ജീൻ വാൽജീൻ ആയാലും കൊസത്തായാലും അതിലേത് കഥാപാത്രവും ഇൻഫ്ലേറ്റഡ് ആണ്. പക്ഷേ ഇൻഫ്ലേഷൻ മലയാളിക്ക് പ്രശ്നമായി തോന്നാത്തതിന് കാരണം ഈ ഒരു പരിചയമാണ് എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. കാരണം ഒരു ഫോം ഒരു തരത്തിലുള്ള ഒരു ഭാവമായി പ്രവർത്തിക്കും. ഇപ്പോൾ ടാഗോറിൻ്റെ ഗീതാഞ്ജലി യൂറോപ്പിൽ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് പടർന്നു പിടിച്ചത്? ഗീതാഞ്ജലിക്ക് ശേഷം വേറൊരു കൃതിക്കും അതേ സ്വീകാര്യത കിട്ടിയതുമില്ല. അത് ഗീതാഞ്ജലിയിൽ പറഞ്ഞ ആശയങ്ങളുടെ ബലം കൊണ്ട് മാത്രമല്ല, രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, ഈ പഴയ നിയമത്തിലെ സങ്കീർത്തന ഭാഷയോട് നല്ല ചേർച്ചയുള്ള ഭാഷയിലാണ് ടാഗോർ എഴുതുന്നത്. സങ്കീർത്തന ഭാഷ, സാംസൺ എന്ന് പറയുന്ന സങ്കീർത്തനങ്ങൾ എന്താണ്? ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള വിനിമയം എന്ന് തോന്നുന്ന ഒന്നിനെ ഏതാണ്ട് ഒരു പ്രണയാതുരതയോടെ വളരെ സെൻഷ്യസായ ഒരു ടോണിൽ ആണ് സങ്കീർത്തനം അവതരിപ്പിക്കുന്നത്. അത് യൂറോപ്പിന് പരിചയമുള്ളൊരു ഫോമാണ്. ഒരു 2000 വർഷക്കാലം കൊണ്ട് യൂറോപ്പിന് നല്ല പരിചയമുള്ള ഒരു ഭാഷാ രീതി, ഒരു അവതരണ ക്രമം. ആ ക്രമത്തിലേക്കാണ് ഒരു കിഴക്കൻ ദേശത്ത് നിന്നുള്ള ഒരു തത്വവിചാരത്തെ ടാഗോർ ഗീതാഞ്ജലിയായിട്ട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഗീതാഞ്ജലിയോട് യൂറോപ്യൻ വായനാ സമൂഹത്തിന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ആ ഐഡൻറ്റിഫിക്കേഷന് പുറകിലുള്ളത് ഗീതാഞ്ജലിയിലെ ആശയങ്ങൾ മാത്രമല്ല, 2 സഹസ്രാബ്ദങ്ങളായി തങ്ങൾ കൊണ്ടു നടന്നൊരു കാവ്യ പാരമ്പര്യവുമായുള്ള അതിൻ്റെ ചേർച്ച. അതായത് ആസ്വാദനം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് വ്യക്തിപരമായിരിക്കെ തന്നെ മറുഭാഗത്ത് അങ്ങേയറ്റം ചരിത്രപരമാണ്. ഇത് കാണുന്നൊരു നിരീക്ഷണമാണ് പാവങ്ങളുടെ സ്വീകാര്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തായാട്ട് പറയുന്നത്. പക്ഷെ അത്തരം നിരീക്ഷണങ്ങളെ അദ്ദേഹം പിന്നെ അങ്ങോട്ട് കാര്യമായിട്ട് വികസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അത് കൂടി വികസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നത്, അതുകൂടി വികസിപ്പിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രൂപമെന്ന് പറയുന്നത് എത്ര പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നിടത്തേക്ക് കൂടി ആലോചന എത്തിച്ചേർന്നേനെ. ഇപ്പോൾ ടെറി ഗിൽട്ടൺ ലൂക്കാച്ചിനെ കുറിച്ച് എഴുതുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു മാർക്സിസ്റ്റ് നിരൂപകനിൽ നിന്ന് സാധാരണ പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു മർമ്മസ്പർശിയായ നിരീക്ഷണം ലൂക്കാച്ച് നടത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചരിത്രം ഏറ്റവും ആഴത്തിൽ ഒരു കലാവസ്തുവിൽ കുടിയിൽ കൊള്ളുന്നത് അതിൻ്റെ രൂപ സംവിധാനത്തിലാണ് എന്നാണ്. അതുകൊണ്ട് രൂപം എന്ന് പറയുന്നത് ഒരു പുറന്തൊണ്ടല്ല. രൂപം എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്, ഹിസ്റ്റോറിക്കലാണ് ഫോം എന്ന് പറയുന്നത്. ആ ഒരു നിലയിൽ രൂപത്തെ കൂടി ഒരു വൈരുദ്ധ്യാത്മക ബന്ധമായി കാണുകയും തിരിച്ച് ഒരു കാലത്തിൻ്റെ അനുഭവഘടനയെ രൂപപ്പെടുത്തുന്നതിൽ
കൃതികൾക്കുള്ള പങ്ക് എന്തെന്ന് കാണുകയും ചെയ്യുന്ന, അങ്ങനെ സാമൂഹികതയെ ഉൾക്കൊണ്ടു നിൽക്കുന്ന കൃതികളും കൃതികൾ നിർമ്മിച്ചെടുക്കുന്ന സാമൂഹികതയും, കൃതികൾ കൂടിച്ചേർന്ന്, കൃതികളായി മാത്രമൊന്നുമല്ല, പക്ഷേ കൃതികൾ ഒരു നിർമ്മാണ സാമഗ്രിയാണ്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃതികൾ, കലാവസ്തുക്കൾ എന്ന് പറയുന്നത് സോഷ്യൽ റിയാലിറ്റിയുടെ റിഫ്ലക്ഷൻസോ റെപ്രസെൻറ്റേഷൻസോ മാത്രമല്ല, സോഷ്യൽ റിയാലിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് എലമെൻസാണ്, നിർമ്മാണ സാമഗ്രികളാണ്. അതുകൊണ്ടാണ് എംഗൽസ് ഒരിക്കൽ പറയുന്നുണ്ട്, 1818 മുതലുള്ള ഫ്രാൻസിൻ്റെ ചരിത്ര നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഘടകങ്ങളിലൊന്ന് ബെൽസാക്കിൻ്റെ നോവലുകളാണ്. ബെൽസാക്കിൻ്റെ നോവൽ നേരിട്ട് വിപ്ലവമൊന്നും പറയുന്നില്ല, പക്ഷേ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഫ്രഞ്ച് ഫ്യൂഡൽ ജീവിതത്തെ പൊതുബോധത്തിലേക്ക് നിരന്തരം പ്രക്ഷേപിച്ച് മാറി വരുന്നൊരു സമൂഹത്തെക്കുറിച്ച്, ഇത് തന്നെയാണ് ലെനിൻ ടോൾസ്റ്റോയെക്കുറിച്ച് റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞപ്പോൾ ടോൾസ്റ്റോയ് വിപ്ലവത്തെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അന്നാ ആയാലും അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായാലും വറാൻ പീസ് ആയാലും ഒന്നും വിപ്ലവത്തെ പ്രത്യക്ഷമായി പിന്തുണയ്ക്കുന്ന ഗോർക്കിയെ പോലെയോ ഷോളോഖോവിനെ പോലെയോ മൈക്കോസ്കിയെ പോലെയോ ഒന്നും ടോൾസ്റ്റോയ് എഴുതിയിട്ടില്ല. ആ ടോൾസ്റ്റോയെ എങ്ങനെയാണ് വിപ്ലവത്തിൻ്റെ കണ്ണാടി എന്ന് ലെനിൻ വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ശിഥിലമാകുന്ന സമൂഹത്തിൻ്റെ ആന്തരികമായ ഒരു വൈരുദ്ധ്യത്തെ ആ കൃതി കാണുന്നു, അത് പ്രൊജക്റ്റ് ചെയ്യുന്നു, അത് ആ സമൂഹത്തിലേക്ക് എത്തിക്കുന്നു, അതുവഴി സമൂഹത്തിൻ്റെ ആന്തരഘടന തകരുന്നതായിട്ട് അത് തെളിയിക്കുന്നു. അങ്ങനെ ഒരു സൂക്ഷ്മമായ, ഞാൻ പറഞ്ഞത് സാമൂഹിക ശാസ്ത്രത്തിൽ നിന്ന് വൈരുദ്ധ്യാത്മക വിചിന്തനം എന്ന് വിളിക്കാവുന്ന വഴിയിലേക്ക് തയ്യാട്ടിൻ്റെ ആലോചനകൾ വളരെ കൂടുതൽ വികസിക്കേണ്ടായില്ല എന്നുള്ളൊരു പരിമിതി ഒരുപക്ഷെ, അതിപ്പോൾ ഒരു വലിയ കുറ്റമായിട്ടൊന്നും ഞാൻ പറയല്ല, പക്ഷേ ആ ഒരു അതിർത്തി ഉള്ളതുകൊണ്ട് അദ്ദേഹം രൂപസംവിധാനം എന്നതിനെ കാര്യമായിട്ട് നോക്കുകയുണ്ടായില്ല. രൂപസംവിധാനത്തെ കാര്യമായിട്ട് നോക്കാത്തത് കൊണ്ട് കൂടി, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, രൂപസംവിധാനത്തെ കാര്യമായി നോക്കാത്തത് കൊണ്ട് മോഡേണിസത്തിൻ്റെ പ്രതിനിധികളായ ചില ആളുകൾ പറഞ്ഞുണ്ടാക്കിയ അബദ്ധങ്ങളിലാണ് അദ്ദേഹം കൊണ്ടുചെന്ന് കെട്ടിയത്. ഇപ്പം എം വി ദേവൻ അയ്യപ്പണിക്കരുടെ കവിതകൾക്ക് എഴുതിയ അവതാരികയിൽ പറഞ്ഞ അതിവാദങ്ങളെ മുൻനിർത്തി അദ്ദേഹം മോഡേണിസത്തെ തന്നെ വിലയിരുത്തുകയുണ്ടായി. മോഡേണിസം എം വി ദേവൻ പറഞ്ഞതോ ഗപ്പിയപ്പൻ പറഞ്ഞതോ മാത്രമായിട്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. ബ്രെറ്റിനെ പോലെ, വാൾട്ടർ ബെഞ്ചമിനെ പോലെയൊക്കെയുള്ള വലിയ ചിന്തകന്മാർ മോഡേണിസത്തിൻ്റെ ഹിസ്റ്റോറിക്കലായ ഒരു ഫ്രെയിമിനെ കുറിച്ച് എത്രയോ വിശദമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കെ പി അപ്പനായാലും നവവിമർശകരായാലും മോഡേണിസത്തെ അസ്തിത്വവ്യഥയായിട്ടും ജീവിത പരാമുഖതയായിട്ടും മരണാഭിമുഖ്യമായിട്ടും ലൈംഗികത ആയിട്ടും ഒക്കെ മാത്രം അവതരിപ്പിച്ചത് വഴി മോഡേണിസത്തിൻ്റെ തന്നെ ഒരു സാമൂഹികമായ അടിസ്ഥാനങ്ങൾ പൊതുവിൽ കേരളത്തിലെ ചർച്ചാമണ്ഡലത്തിൽ തെളിയുണ്ടായില്ല. തയ്യാട്ട് ഒരു സ്ഥലത്ത് എഴുതിയത് മോഡേണിസത്തിൽ 3 പ്രേരണകളാണ്. 1 പ്രശസ്തിക്കുള്ള കുറുക്കുവഴി, 2 പ്രതിഷേധബോധം, 3 മാർക്സിസ്റ്റ് വിരുദ്ധമായ ആശയങ്ങളുടെ അവതരണം. ഇത് 3ആണ്. ഇതിൽ മൂന്നാമത്തതുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ സാമൂഹികമായ ചില സംഘർഷങ്ങൾ മോഡേണിസ്റ്റ് എന്ന് വിളിക്കാവുന്ന സെൻസിബിലിറ്റിക്ക് ഒന്നാമത് മോഡേണിസം ഒറ്റ വഴിയല്ല. മോഡേണിസ്റ്റുകളിൽ ഫാസിസ്റ്റുകളുണ്ട്, മോഡേണിസ്റ്റുകളിൽ മാർക്സിസ്റ്റുകളുമുണ്ട്. ഇതാണ് പ്രശ്നം. മാരിനെറ്റിയെ പോലെ അല്ലെങ്കിൽ പോളല്ലാദിനെ പോലെ മറ്റേ നമ്മുടെ എലിയറ്റിൻ്റെ ഗുരുവായിട്ടുള്ള എസ്രാ പൗണ്ട്, മാരിനെറ്റി, പോളല്ലാദ്, ഇങ്ങനെ ധാരാളം പേർ ഫാഷിസ്റ്റുകളായി മാറി. മറുഭാഗത്ത് മോഡേണിസ്റ്റുകളിൽ തന്നെയായിരുന്നു ബ്രെറ്റ് ഉണ്ടായിരുന്നത്, മോഡേണിസ്റ്റുകളിൽ തന്നെയാണ് മൈക്കോസ്കി ഉള്ളത്, മോഡേണിസ്റ്റുകളിൽ തന്നെയാണ് സെസാർ വൈഹോ, നിക്കോനാർ പാർറയോ ഉള്ളത്. അതുകൊണ്ട് മോഡേണിസം രണ്ടറ്റത്ത് നിൽക്കുന്നുണ്ട്. ആധുനികതയ്ക്കകത്തുണ്ടായ ഒരു വലിയ ക്രൈസിസ് ഒരു ഭാഗത്ത് ഫാഷിസത്തിലേക്കും മറുഭാഗത്ത് ആധുനികതയുടെ വലിയ വിമർശനമായിട്ടുള്ള മാർക്സിസ്റ്റ് പൊസിഷനിലേക്കും വരുന്നുണ്ട്. അപ്പം നമ്മളതിനെ ഒറ്റ വഴിയിൽ പിടിച്ചിട്ട് ഒരേ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയാൽ ഹിസ്റ്റോറിക്കലി അതിനെ കാണുന്നതിൽ ചില പരാധീനതകൾ വരുന്നുണ്ട്. ആ പ്രശ്നം ഈ മോഡേണിസത്തെക്കുറിച്ചുള്ള ആധുനിക കവിതയുടെ ജീർണമുഖം എന്ന പേരിൽ അദ്ദേഹം എഴുതിയ പ്രബന്ധത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ചരിത്രപരമായ വലിയ കുതിപ്പുകളുള്ളതുപോലെ ചില അതിരുകളും തായാട്ടിൻ്റെ വിമർശന ജീവിതത്തിനുണ്ട്. അതെല്ലാം നിലനിൽക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാള സാഹിത്യ ചിന്തയിൽ, സാമൂഹ്യ ചിന്തയിൽ സാമൂഹികത എന്നതിനെ ഏറ്റവും ശക്തമായി ഉറപ്പിച്ചെടുക്കുന്ന അതിനിർണായകമായ ഒരിടപെടലായിരുന്നു
തായാട്ടിൻ്റേത് അദ്ദേഹത്തിൻ്റെ ആ വിചാര പാരമ്പര്യം ഇപ്പോഴും നമ്മുടെ വിമർശന ജീവിതത്തിൽ പ്രബലമായി തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെയും നവോത്ഥാനത്തെയും കുറിച്ചുള്ള ആലോചനകൾ കൂടി പറയേണ്ടതാണ്. അതിന് പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഈ ഒരു ആലോചന കൂടി നിങ്ങൾക്ക് അവതരിപ്പിച്ചുകൊണ്ട് തായാട്ടിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.